എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നാടൻ രീതിയിലുള്ള ഒരു ചിക്കൻ പാസ്തയാണ് ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ചിക്കൻ പാസ്ത എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇവിടെ ഞാനിപ്പോൾ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കനൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അളവ് എടുത്തോളൂ കേട്ടോ. ഞാനിപ്പോൾ ഒരു 200 ഗ്രാമോളം ഉണ്ടാവുമായിരിക്കും. അപ്പോൾ നീളത്തിലുള്ള ചെറിയൊരു കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് അല്പം നാരങ്ങ നീര് കൂടെ പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. 1/4 ടീസ്പൂൺ മുളക് പൊടി, അല്പം മഞ്ഞൾപ്പൊടി, അത് അത്ര തന്നെ കുരുമുളക് പൊടി. ഇത്രയും മതി. നമുക്ക് ആദ്യം ഒന്ന് ചിക്കൻ ഒന്ന് മസാല പുരട്ടി വയ്ക്കാം. ആ ചിക്കൻ്റെയൊക്കെ ഒരു കളർ, ആ വെള്ള കളർ പോകാൻ വേണ്ടി മാത്രമാണ് ഇപ്പം ആ മസാല തേച്ച് വയ്ക്കുന്നത്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് നമ്മുടെ ബാക്കിയുള്ള വെജിറ്റബിളൊക്കെ വെന്ത് കിട്ടുന്ന സമയം വരെ നമുക്കിത് ഇങ്ങനെ വെക്കാം. പാസ്ത വേവിച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അല്പം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കരുത്. സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ ഒഴിച്ചു കൊടുക്കാം. അല്പം മതി. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഏത് ടൈപ്പ് പാസ്ത വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. വെള്ളത്തിന് അളവൊന്നുമില്ല കേട്ടോ. അത് പാസ്ത വെന്ത് കിട്ടാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് വെന്ത് വരണം. അതിനുശേഷം നമുക്ക് ഒരു 1/4 ഭാഗം വേവായതിനു ശേഷം നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. പാസ്ത ഇപ്പോൾ നമുക്ക് ഒരു മുക്കാലോളം വെന്തിട്ടുണ്ട്. അതിങ്ങനെ മുറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയത്ത് നമുക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. പാസ്തയ്ക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് കുറച്ച് സമയം വേവിച്ചെടുക്കാം. നമ്മുടെ പാസ്ത ഇവിടെ നല്ലവണ്ണം വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വെള്ളം ഊറ്റിയെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി വേറൊരു പാൻ വയ്ക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചുകൂടെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെജിറ്റബിൾസ് നമുക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്ക് കുറച്ച് പച്ചമുളകും ഇഞ്ചിയും ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കൂടെ ഇട്ട് കൊടുക്കാം. ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത്. ഇത് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് വാടിയിട്ടുണ്ട്. ഉപ്പിട്ട് കൊടുക്കാം. അല്പം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് അല്പം മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇതുകൂടെ പൊടിയൊന്ന് വഴറ്റിയെടുക്കുക. പൊടിയൊന്ന് നല്ലവണ്ണം വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ്, ക്യാപ്സിക്കം എല്ലാം ചേർത്ത് ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. ഈ കൂട്ടത്തിൽ തന്നെ നമ്മൾ നേരത്തെ മസാല തേച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ കൂടെ ഇട്ട് കൊടുക്കാം. ചിക്കനും വെന്ത് കിട്ടാനുള്ളതല്ലേ, അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ അത് നമുക്ക് വേവിച്ചെടുക്കാം. ഇനി അടച്ച് വെച്ച് നമുക്ക് ഇത് വേവിച്ചെടുക്കാം. നമുക്കിത് തുറന്ന് നോക്കാം. ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഉപ്പ് കുറച്ച് കുറവാണ്. നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. എരിവൊക്കെ ഉണ്ട്, അധികം ഇട്ടുണ്ട് കേട്ടോ. ഇതിനാവശ്യത്തിന് മാത്രം ഇട്ടാൽ മതി. നമ്മൾ ഓൾറെഡി പാസ്തയിൽ ഉപ്പിട്ടിട്ടാണ് വേവിച്ചെടുത്തത്. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം മല്ലിയില കൂടെ വിതറി കൊടുക്കാം. നിർബന്ധമൊന്നുമില്ല കേട്ടോ, വേണം ഇട്ട് കൊടുത്താൽ മതി. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്ത കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. വേവിച്ച് വെള്ളമൊക്കെ കളഞ്ഞ് വെച്ച പാസ്ത ഇട്ട് കൊടുക്കാം. പാസ്ത ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിങ്ങനെ വെക്കണം കേട്ടോ കുറച്ച് നേരം. എന്നുവെച്ചാൽ ആ പാസ്തയിലേക്ക് മസാലയ്ക്കൊന്ന് പിടിക്കണ്ടേ. ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കണം. 2 മിനിറ്റ് ഇതുപോലെ അടച്ചൊന്ന് ആ ഒരു മസാല ഒന്ന് പിടിക്കുന്നവരെ നമുക്കൊന്ന് വയ്ക്കാം. 2 മിനിറ്റ് വെച്ചാൽ മതി. അപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ പാസ്തയൊക്കെ അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തെടുക്കാം. നമുക്കിതിന് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ നാടൻ രീതിയിലുള്ള പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം. അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവർക്കും എല്ലാവർക്കും ബൈ.